ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന പിക്സൽവേഴ്സിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. ഇവിടെ സൂൺ എന്ന് പറഞ്ഞ കാര്യം 1 വീക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്ത് കുറച്ച് പേര് ചോദിച്ചു. അപ്പോൾ എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാം, സൂൺ എന്നുള്ളത് എങ്ങനെ 3 കംപ്ലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബാലൻസ് ആണോ ഡെയിലി ഇൻകം ആണോ ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾ ഇതുവരെ പിക്സൽവേഴ്സ് മൈൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ഹാംസ്റ്ററിന് കാറ്റൊക്കെ ഒരു 100x ബെറ്റർ എന്ന് ഞാൻ പറയുന്ന പ്രൊജക്റ്റാണ് പിക്സൽവേഴ്സ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. ഹാംസ്റ്റർ കോമ്പാറ്റ് മോശമാണെന്ന് പറയാൻ കാരണം അതിൻ്റെ ഡെവലപ്പേഴ്സ് ആരാണെന്ന് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ അല്ല. റഷ്യയിലുള്ള ആരോ ആണ് എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അതിന് എത്ര ഫണ്ടിങ് ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പിക്സൽവേഴ്സിന് എത്ര ഫണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള, ആരൊക്കെയാണ് ക്രിയേറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവരുടെ സൈറ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പബ്ലിക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ബൈബിറ്റൊക്കെ ആയിട്ട് ഒഫീഷ്യൽ പാർട്ണർഷിപ്പ് ഉണ്ട്, OKX ആയിട്ട് പാർട്ണർഷിപ്പ് ഉണ്ട്, ട്രസ്റ്റ് വാലറ്റുമായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാൻ പോകുന്ന ഈ സൂൺ എന്നുള്ള കാര്യം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഈ സൂൺ എന്ന് ഉദ്ദേശിക്കുന്നത് എയർ ഡ്രോപ്പിനെ പറ്റിയിട്ടാണ്. എയർ ഡ്രോപ്പ് ഉടനെ വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുക. ഞാനിപ്പോൾ ഓൾറെഡി 3 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്ന് ആദ്യം തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തെ മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾ ഡെയിലി വന്ന് ഇവിടെ ക്ലെയിം കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഈ ഒരു ക്ലെയിം അടിച്ചോ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡെയിലി വന്ന് ക്ലെയിം ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, റിവാർഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുക. അവിടെ റിവാർഡ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കാര്യങ്ങളുണ്ടാവും. യുവർ ടാസ്കിൽ ഡെയിലി കോംബോയും ഉണ്ടാവും, ഡെയിലി റിവാർഡും ഉണ്ടാവും. ഈ 2 ഡെയിലി കോംബോ നമ്മൾ ഡെയിലി നമ്മളുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി കോംബോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ നിന്ന് കയറുക. ഡെയിലി കോംബോ ഞാൻ എന്നും പോസ്റ്റ് ചെയ്യും, അത് നോക്കുക, അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഡെയിലി റിവാർഡ് ജസ്റ്റ് വരിക, ക്ലെയിം അടിക്കുക എല്ലാ ദിവസവും. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ പോവുകയാണെങ്കിൽ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈറ്റാണ്. 2 കംപ്ലീറ്റ് ആയപ്പോൾ ഈ 3 നിങ്ങൾക്ക് കംപ്ലീറ്റ് ആകുമെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ഈ സൂൺ എന്ന് പറഞ്ഞ കാര്യം 2 ആയിട്ടുള്ളൂ. അപ്പോൾ മൂന്നാമത്തതാക്കാൻ വേണ്ടി ഞാൻ കുറേ ഗെയിം കളിച്ചു. അതിനുശേഷം ഒരു 10 ഗെയിം ഞാൻ കളിച്ചപ്പോഴാണ് എനിക്ക് ഈ മൂന്നാമത്തത് സൂൺ എന്ന് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആയത്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഇൻവൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഒരു 10 ആളെങ്കിലും നിങ്ങൾ മിനിമം ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 10 ആളെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് വരുന്ന സമയത്ത് വലിയൊരു വ്യത്യാസം തന്നെ കാണാൻ പറ്റും. അപ്പോൾ മിനിമം ഒരു 10 ആളെങ്കിലും ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മെയിനായിട്ടുള്ള 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. ഡെയിലി ഇവിടുന്ന് ക്ലെയിം ചെയ്യുക, റിവാർഡ്സ് പോവുക, 2 ക്ലെയിം ചെയ്യുക, ഡെയിലി കോമ്പോ ഡെയിലി റിവാർഡും ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫൈറ്റിൽ ഒരു 10 ഗെയിമെങ്കിലും മിനിമം കളിച്ചിരിക്കണം. 10 ഗെയിമൊന്നും പോരാ, മിനിമം നിങ്ങൾ 10 കളിച്ചിരിക്കണം എന്നൊരു നിബന്ധന പറയുകയാണ്. എങ്ങനെ ഗെയിം കളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മെയിൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലത് വീണ്ടും പറയുന്നില്ല. അപ്പോൾ നമുക്കിനി നോക്കുന്നത് ഡെയിലി ഇൻകം ആണോ ബാലൻസ് ആണോ കൂടുതൽ. ഇതിലെ ഡെയിലി ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ റിവാർഡ്സിലെ ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡിൻ്റെ പകുതിയാണ്. ഇത് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുൻപേ എടുത്ത ഒരു റെക്കോർഡിംഗ് ആണ്. നിങ്ങൾക്ക് കാണാം ഡെയിലി ഇൻകം എന്ന് പറഞ്ഞാൽ 3.32 മില്യൺ ആണ്. ഇനി ഞാനൊരു പെറ്റിന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഡെയിലി കോംബോ റിവാർഡ് കാണിച്ചു തരാം. 6.64 മില്യൺ ആണ്. ഓക്കെ, എനിക്ക് ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്താൽ ഒരു ദിവസം 6.64 മില്യൺ കിട്ടും. അത് ഞാൻ പെറ്റിന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്കും പെറ്റിന് അപ്ഗ്രേഡ് ചെയ്താൽ ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. ഇനി ഞാനിപ്പോൾ ഒരു പെറ്റിന് അപ്ഗ്രേഡ് ചെയ്യാണ്. ഓക്കെ, ഏത് പെറ്റുമാവാം, അല്ലെങ്കിൽ ഒരു പുതിയ പെറ്റിനെ വാങ്ങുകയോ ചെയ്യാം. ഓരോ ലെവൽ കൂടുന്നതോറും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള വാല്യൂ അല്ലെങ്കിൽ കോയിൻസിൻ്റെ എണ്ണം കൂടും. അപ്ഗ്രേഡ് ചെയ്യുന്നതോറും നിങ്ങളുടെ പെറ്റിൻ്റെ ലെവൽ കൂടും. നിങ്ങൾക്ക് അപ്പോൾ ഗെയിമിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 3.37 മില്യൺ ആയിട്ട് എൻ്റെ ഡെയിലി ഇൻകം കൂടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും 3.37 മില്യൺ. അപ്പോൾ ഇതിൻ്റെ ഡബിളാണ് നമുക്ക് ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുക. ഇപ്പോൾ ഞാൻ പ്ലേ അടിച്ച് കാണിക്കാം. അപ്പോൾ കണ്ടോ 6.74 മില്യൺ ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡെയിലി ഇൻകത്തിൻ്റെ ഡബിളാണ്, 2x ആണ് നമുക്ക് ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. അതാണിത്. അല്ലാതെ ഹാംസ്റ്റർ കോമ്പാറ്റിനെ പോലെ ഡെയിലി ഇൻകം കൂട്ടിയാൽ നമ്മുടെ റാങ്ക് കൂടും, അങ്ങനെ ഒരു സിസ്റ്റം ഇതിലില്ല. ഇതിൽ ഡെയിലി ഇൻകം കൂട്ടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോയിൻ്റെ എമൗണ്ട് കൂട്ടുക എന്നുള്ളതാണ്. ഇതിൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കോയിൻ ബാലൻസിന് തന്നെയാണ്. നിങ്ങൾ മാക്സിമം കോയിൻ ബാലൻസ് കൂട്ടാൻ ശ്രമിക്കുക. അതിനുശേഷം ഡെയിലി ഇൻകം ആണ് ഇമ്പോർട്ടൻ്റ് എന്നൊരു ന്യൂസ് വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ടെലഗ്രാമിലും നമ്മളുടെ യൂട്യൂബിലും പറയും. ഇതുവരെ അങ്ങനത്തെ ഒരു അപ്ഡേറ്റും ഇല്ല. ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോയിൻ ബാലൻസിനാണ് വില. ഇനി അഥവാ ഡെയിലി ഇൻകത്തിന് വില എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും നമ്മളുടെ ചാനലിലും ടെലഗ്രാമിലും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈറ്റ് സെക്ഷനിലേക്ക് പോവുക. നിങ്ങളുടെ പൈസ മൊത്തം എല്ലാ ബെറ്റ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനിടുക. ഓക്കെ, ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാ ബെറ്റ്സിനും അപ്ഗ്രേഡ് ചെയ്ത് നമ്മളുടെ ഡെയിലി ഇൻകം നല്ല കൂട്ടാൻ പറ്റും. അപ്ഗ്രേഡ് ചെയ്ത് അത്ര ടൈം കൂൾ ഡൗൺ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കോയിൻ ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പ്രോഫിറ്റ് കൂട്ടാനും പറ്റും, ഡെയിലി ഇൻകം കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട. ഇപ്പോൾ നിങ്ങൾ മാക്സിമം കോയിൻ സേവ് ചെയ്യാൻ നോക്കുക. ടാസ്കുകളിൽ കുറേ പുതിയ ടാസ്കുകളുണ്ട്. OKXൻ്റെ ഗിവ് അവേ ഉണ്ട്, OKX വാലറ്റ് കണക്ട് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റ് വാലറ്റിൻ്റെ ഗിവ് അവേ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു വീഡിയോയിലൊരു ലോഗോ ഉണ്ട്, അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് റീട്വീറ്റ്, അതുപോലെ തന്നെ ലൈക്ക് റീട്വീറ്റ് ഒരു വേമ്പ ഉണ്ടായിരുന്നു ഇവരുടെ ടോണുമായിട്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് റീട്വീറ്റ്, അതുപോലെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ പുതിയ ടാസ്കുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ചെയ്യാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ തന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിന് വേണ്ടി ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ തരാൻ പറ്റി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മൈനിങ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് എല്ലാവരെയും ഈ ന്യൂസ് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് എന്നും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എത്തുന്നത്. റെഗുലറായിട്ട് എല്ലാ ചെറിയ അപ്ഡേറ്റ്സും നമ്മൾ ടെലഗ്രാമിലാണ് ഷെയർ ചെയ്യുക. വലിയ അപ്ഡേറ്റ്സ് മാത്രമാണ് നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.